ലാലേട്ടനെ കണ്ടത് എങ്ങനെയാണ് പറയൂ. ലാലേട്ടൻ ഫസ്റ്റ് വന്നപ്പോ നമ്മള് വീട്ടിൽ കയറി. പിന്നെ വീട്ടിൽ കയറിയിട്ട് കുറച്ച് 5 മിനിറ്റ് ആരെ കൂടെ പോയത്? മേജർ കൂടെ വന്നിട്ടില്ലായിരുന്നു. രവി സാർ ആണോ കണക്ട് ചെയ്ത് തന്നത്? മേജർ രവി സാർ മുംബൈയിൽ നിന്ന് കൊച്ചിയിലോട്ട് വരുന്ന സമയത്ത് അതേ ഫ്ലൈറ്റില് മേജർ രവി സാർ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ട ഉടനെ സാറിന് ഭയങ്കരമായിട്ട് ഇവനെ കണ്ടോണ്ട് ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ശരിക്കും പറഞ്ഞാല് സാറിനെ കോയിൻസിഡൻസ് ആയിട്ട് കണ്ടപ്പോ ശരിക്കും സർപ്രൈസ് ആയി. സാറിനെ പോലെ ഒരു മനുഷ്യനെ കാണാൻ സാധിച്ചാൽ വളരെയധികം ഇതായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ സാറ് പറഞ്ഞു ഇതുപോലെ ലാലേട്ടനെ മീറ്റ് ചെയ്യാം നമുക്കൊരു ദിവസം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഈ ആഴ്ച നമുക്കൊരു ദിവസം മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇന്ന് സാറാണ് അതിന് അവസരം ഒരുക്കി തന്നത്. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ നേരെ കുറച്ച് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ വന്നു. എല്ലാം കണ്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. ലാലേട്ടന്റെ കെട്ടിപ്പൊക്കെ പിടിച്ച്. ലാലേട്ടന്റെ അമ്മയുടെ ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ നമ്മളങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫ്രൂട്ട്സ് എല്ലാം ഗിഫ്റ്റ് എല്ലാവർക്കും ഗിഫ്റ്റ് കൊണ്ട് കൊടുത്ത് നല്ലൊരു ഇത്. പിന്നെ ഞങ്ങളൊക്കെ ഫോട്ടോ എടുത്തു ലാലേട്ടന്റെ കൂടെ, ലാലേട്ടന്റെ വൈഫും കൂടെ. ഓ, അപ്പം അഭിനയത്തിലെ ലാലേട്ടനെ നമ്മുടെ പാട്ടിന്റെ ഷാറുഖ് ഖാൻ പോയി മീറ്റ് ചെയ്തു. സത്യമല്ലേ? സത്യം. ഷാറുഖ് ഖാൻ എന്ന് വിളിക്കുമ്പോ എന്താണ് ഫീല്? കുറച്ച് ആക്ഷൻ കാണിക്കും. ഓ, എന്നാ ആക്ഷൻ കാണിക്കേ. പാട്ടുണ്ടാവോ? ഷാറുഖ് ഖാൻ എന്ന് വിളിച്ചപ്പോ എന്താണ് തോന്നിയത്? ശരിക്കും ഷാറുഖ് ഖാന്റെ ഫാനാണോ? ശരിക്കും ഷാറുഖ് ഖാൻ സാർ, സൽമാൻ ഖാൻ സാർ, പിന്നെ രണ്ടുപേരും ആമിർ ഖാൻ സാർ. ആമിർ ഖാൻ അതടിപൊളി. പിന്നെ 3 പേരാണുള്ളത്. ഈ പാട്ട് പാടിയ സമയത്ത് ഉദിത് നാരായൺ സാർ എണീറ്റ് കൈയടിച്ചു. അത് ഭയങ്കര സംഭവല്ലേ? എന്താണ് അപ്പൊ തോന്നിയത്? ഇപ്പോഴും അങ്ങനെയാണ്. അന്നേരം ചെയ്തപ്പം ഞാൻ എപ്പോഴും ഓർത്ത് എനിക്ക് ആ മൈക്ക് കിട്ടുമെന്ന്. പക്ഷെ അത് വേറെ ആൾക്ക് കൊണ്ടുപോയി. പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ എന്തിനു മുന്നേ എനിക്ക് ഫൈനലായി അങ്ങനെ ജയിച്ചു. പിന്നെ നമ്മൾ ഉദിത് നാരായൺജിയൊക്കെ പറഞ്ഞ് നല്ല മ്യൂസീഷ്യനാവും, നല്ല ഡയറക്ടറാവും, നല്ല കമ്പോസറൊക്കെ ആവും അങ്ങനെ പറഞ്ഞായിരുന്നു ഉദിത് നാരായൺജി. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ ഉദിത് നാരായൺജിയുടെ കൂടെ ഒരു പാട്ടും കൂടെ പാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ മറ്റേ ക്യാപ്റ്റൻസിൻ്റെ കൂടെ പാടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നേഹ മാം എടുത്ത് ചെയറിൽ നിന്ന് തന്നെ കൈയടിച്ച്. പിന്നെ ക്യാപ്റ്റൻസും അങ്ങനെ തന്നെ ചെയ്ത് ചെയറിൽ നിന്നിട്ട് ചെയ്തു, ക്ലാപ്പ് ചെയ്തു. നല്ല രസമായിരുന്നു. അത് ഭയങ്കര ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് ജാടയൊക്കെ ആവാം നമുക്ക്. ജാടയാവാൻ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. ഇല്ല, ജാട കുറച്ച് കുറവാണ്. ജാട കുറച്ച് ഞങ്ങൾ തമ്മിൽ സ്നേഹമുള്ളൂ. ഇവിടെ വാക്കുട്ടിയെ കിട്ടിയതുപോലെ അവിടെ ബിഹുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയ്യോ, രണ്ടിനെ തമ്മിൽ എന്താ ശല്യമായിരുന്നു. അവര് കേക്കണ്ട, വാക്കുട്ടിയെ പോലെ ശല്യമായിരുന്ന അവിടെ ബിഹുവും. വാക്കുട്ടി അത് തന്നെ നാരാസ് എന്നൊക്കെ പറഞ്ഞ് എനിക്കിഷ്ടമല്ല. ഇങ്ങനെ ഒരു നാണമൊക്കെ അതുപോലെ തന്നെയായിരുന്നു വാക്കുട്ടിയും. ആ സെയിം തന്നെയാണ്. ഇത് കുറച്ച് 2 വയസ്സം കഴിഞ്ഞിട്ട് അയ്യോ ഒരു മൈൻഡ് വരായിരുന്നു അങ്ങനെ. പിന്നെ ലാസ്റ്റ് ഫൈനൽ പോകാൻ നേരം അവളൊന്ന് കുറച്ച് ഇമോഷണലായി. എന്താന്ന് വെച്ചാ കുറെ നേരം എല്ലാവരും പോവാ, ഫ്രണ്ട്സ് എല്ലാവരും പോവും, അങ്ങനത്തെ ഒരു ഇതൊക്കെ. അതൊരു ശരിക്കും ഇവര് തമ്മിൽ ഒരു ബ്രദർ സിസ്റ്റർ പോലെ ഒരു റിലേഷൻ ആയിരുന്നു. കാരണം ഇവൻ പാടുമ്പോ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് ഒരു അനിയനെ എങ്ങനെ നിയന്ത്രിക്കും അങ്ങനെയൊക്കെ എഴുതി. അപ്പം അവക്കും ഭയങ്കര ലാസ്റ്റ് തീരാറപ്പോ ഭയങ്കര ഇമോഷണലായി. ഭയങ്കര ഇമോഷണൽ പെട്ടുപോയായിരുന്നു. അപ്പം നമുക്ക് ബിഹുവിനെ ഓർത്തിട്ട് ചിട്ടി ആയി ഹേ രണ്ടുപേരും കൂടെ 2 വരി പാടിയിട്ട് ബാക്കി വിശേഷത്തിൽ. ചിട്ടി ആയി ഹേ ആയി ഹേ ചിട്ടി ആയി ഹേ ചിട്ടി ആയി ഹേ ആയി ഹേ ചിട്ടി ആയി ഹേ चिट्ठी आई है वतन से चिट्ठी आई है बड़े दिनों के बाद हम बेवतनों को याद वतन के मिट्टी आई है चिट्ठी आई है चिट्ठी आई है चिट्ठी आई है वतन से चिट्ठी आई है. അനിർവന്യ ശരിക്കും തെലുങ്കിലായിരുന്നു സരിഗമപയില് ഫൈനലിസ്റ്റ് ആയിരുന്നു. തേർഡ് റണ്ണർ.
നിങ്ങൾ രണ്ടുപേരും കൂടെ പാട്ട് പാടുന്ന വീഡിയോസിന് ഇപ്പൊ ഭയങ്കര ഹൈപ്പാണ്. അനിയൻ പഠിപ്പിക്കുന്നു, പിന്നെ ചേച്ചി പഠിപ്പിക്കുന്നു. എങ്ങനെയാ പഠിക്കാനൊക്കെ ഇരുന്ന് തരുമോ? ആ വീഡിയോ കാണുമ്പോൾ തന്നെയാണോ ആക്ച്വലി? ശരിക്കും അങ്ങനെയാണോന്ന് ചോദിച്ചാൽ അല്ല, എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലെ ഒക്കെ തന്നെ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ആൾ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. അത് ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ട്, ഒരു മ്യൂസീഷ്യൻ ആവണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് തരും. പിന്നെ കുറേ നേരം ആയി കഴിയുമ്പോൾ പറയും എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഇതാകും. എന്നാൽ അല്ലാത്ത വേറെ ഒരു കുഴപ്പമില്ല. ചോക്ലേറ്റ് ഒന്നുമില്ല, അടിയും തല്ലും ഒക്കെ ചോക്ലേറ്റ് ഒന്നുമില്ല. ഈ യൂട്യൂബിൽ ചേച്ചി നല്ല ടീച്ചറാണ്, പക്ഷെ യഥാർത്ഥത്തിൽ നല്ല ടീച്ചറാണ്. പക്ഷേ ഞങ്ങളിങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ മുമ്പ് തന്നെ ആയപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു അടി പിടിയൊന്നുമില്ല. ഞങ്ങളങ്ങനെ ഗെയിമും ഇതൊക്കെ കളിച്ച് ഗെയിമും ഇടയ്ക്കിടയ്ക്ക് 5-10 മിനിറ്റ്സ് ഒക്കെ ഗെയിം കളിച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഗെയിം കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ തിന്ന് ആസ്വദിച്ചിരിക്കും. പിന്നെ പൊട്ടാറ്റോ ബിസ്ക്കറ്റ് കഴിച്ചിരിക്കും. അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ വീഡിയോ കണ്ടിരിക്കും കുറച്ച് നേരം. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും ഒരേ പ്രായക്കാരെ പോലാണ് മറ്റെല്ലാ സമയവും. പാട്ട് പഠിപ്പിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ഇച്ചിരി വഴക്കും പിടിയും ഒക്കെ. ബാക്കിയെല്ലാ സമയം ഞങ്ങൾ ആരാ തിരിച്ചറിയാൻ പറ്റൂല, അതുപോലെ ആയിരിക്കും. അതെ, അമ്മയൊക്കെ ഇതെന്തോ ഈ കളിയൊക്കെ രണ്ടുപേരോട് ഇരുന്ന് കളിക്കുന്നതെന്നൊക്കെ. അപ്പൊ അങ്ങനെ ആ സമയത്ത് മാത്രം ഇച്ചിരി സ്ട്രിക്റ്റ് ആക്കി. ഞാൻ 12th പഠിക്കുന്നത്. അപ്പൊ ഇവിടെ തുടങ്ങാറായിട്ടേ ഉള്ളൂ, ഇവിടെ തീരാറായി. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലെ കാര്യം നമ്മൾ അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ വീട്ടിലൊക്കെ അമ്മ ചോദിക്കും. അപ്പോൾ അമ്മ പറയും രാവിലെ എണ്ണേക്കൂ. അപ്പോൾ രാവിലെ 6 മണിക്കൊക്കെ എണ്ണീറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ സ്കൂളിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ 6 മണിക്ക് എണ്ണീറ്റ് ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ എന്നെ വിളിക്കും, എന്നെയൊക്കെ നമുക്ക് സ്കൂളിൽ പോകണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് എണ്ണയിപ്പിക്കും. അങ്ങനെ എണ്ണയിപ്പിച്ചിട്ട് എന്നെ കുട്ടപ്പനാക്കി സ്കൂളിൽ കൊണ്ടുവിടും. അങ്ങനെ കുട്ടപ്പനായിട്ട് ഇങ്ങനെ അച്ഛൻ കൊണ്ടുപോകും. അപ്പോൾ സ്കൂളിൽ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ചേച്ചി അന്നേരം എൻ്റെ സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ വേറെ സ്കൂളിലായിരുന്നു. ഇപ്പോൾ വിശ്വജ്യോതിയിലായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടില്ല, ഈ പ്രാവശ്യം കൂടെ പോയിരുന്നു. ഇന്നലെ തന്നെയാണ് പോയത്. ഇന്നലെ പോയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് പനി പിടിച്ചേക്കുമായിരുന്നു, ഇന്നലെ വന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ഇവള് എൻ്റെ സ്കൂളിൽ തന്നെ MGM സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ചേച്ചി അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അനിയത്തിയാണ് ഞാൻ. ചേച്ചി MGM സ്കൂളിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ചേച്ചിയുടെ ഇവിടെ എൻ്റെ ഇവിടെ അങ്ങനെ ചേച്ചി ഇപ്പുറത്തും ഞാൻ ഇവിടെ വാങ്ങാണ്ട. അപ്പൊ ചേച്ചിയായിരുന്നു കൂട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നെ ആരും വിളിക്കട്ടല്ലോ അങ്ങനെ. പക്ഷെ ഇപ്പൊ ഇന്റർവ്യൂ സംസാരിക്കുമ്പോൾ ഭയങ്കര ജാടയാണല്ലോ. ബാബുക്കുട്ടൻ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ല, ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ആളായിരുന്നല്ല. മൊത്തത്തിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് പോകത്തില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ജാടയൊക്കെ ഉണ്ട്. എവിടെ? കുറച്ച് ജാടയൊക്കെ ഉണ്ട്, ചെറിയ ജാടയൊക്കെ ആയി. തോന്നണയാണ് സത്യം. തോന്നുന്നു അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്ന ചിലരൊക്കെ ഉണ്ട്. നമുക്ക് ചോദിക്കണം, വിളിച്ചു ചോദിക്കണം. ഈ ബാബുക്കുട്ടൻ എന്ന പേര് ആദ്യം ഇട്ടപ്പോഴത്തേക്ക് ആ ദിവസം തന്നെ അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്തല്ലോ. അതെങ്ങനെയാ? അത് ഫസ്റ്റ് MG സാർ ഇട്ട പേരാണ്. MG സാറിന് മുമ്പ് ഓർക്കസ്ട്രയിൽ ആരോ ആണ് സജസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. ഓർക്കസ്ട്രയിലെ അവരാണ് ഇത് ചെയ്തത് പേര്. അങ്ങനെ ഓർക്കസ്ട്രക്കാരൊക്കെ ചിരിച്ച് അങ്ങനെ ബാബുക്കുട്ടനായി. പിന്നെ അവിടെ നിന്ന് ഇതായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഹിന്ദി ഷിഫ്റ്റായി. പിന്നെ അവിടെ നിന്ന് ഇതായി. പിന്നെ ഇവിടെ വന്ന് ഇപ്പൊ ഇന്റർവ്യൂ എടുക്കും.